അപ്പൊ പിരിയുന്നു രേണുകയെ നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം എന്ന്. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. അതാണ്. അല്ലാതെ നമ്മളല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് പിരിയാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അല്ലാതെ പിരിയുന്ന സമയത്ത് പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാനസിക ആരോഗ്യമില്ലാത്തവരായി മാറാൻ പാടില്ല. ഒരു വേർപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രമെന്ന് പരസ്പരം പറഞ്ഞ് പിരിയാനുള്ള പ്രണയ ആരോഗ്യം. ഞാൻ പുതിയതായിട്ട് കോൺ ചെയ്യുന്നൊരു വാക്ക്, പ്രണയ ആരോഗ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. വേണ്ടേ? അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ. ഇന്ന് ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ തന്നെ കുട്ടിയെ, ഒരു നിഷ്കളങ്കയായ മോളെയും കൂടെ കൊലപാതകത്തിന് കൊണ്ടുവരുന്നു പ്രണയത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രണയത്തിൻ്റെ കുറ്റമോ പ്രണയ നഷ്ടത്തിൻ്റെ കുറ്റമോ അല്ല, പ്രണയിക്കുന്നവന് പ്രണയാരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പ്രണയം ഒരു ചാപ്റ്ററായി പഠിപ്പിക്കണം, പ്രണയ നഷ്ടം എങ്ങനെ ആസ്വദിക്കാമെന്ന് മറ്റൊരു ചാപ്റ്ററായി പഠിപ്പിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ.